ഏവർക്കും നമസ്കാരം. I think I'm coming here, I think fourth time or third time, fourth time. Also, I got a wonderful opportunity when it got inaugurated way back, along with some stalwarts. So I got the opportunity to present one of the very, very premier hot topics that time. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. So once again, I am thankful to Suresh sir and Gopinathan sir, Karthikeyan sir and all those members of Nedi Nedi. ഞാൻ നെതി നെതി ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ വണ്ടർഫുൾ ടോക്സ് ദാറ്റ് യു ഓർഗനൈസ്. I don't know whether I can restrict my lecture in 20 minutes. I thought it's half an hour. Anyway, let me see. Almost all the things, like, he has set the tone for the entire discussion. I believe that the stalwarts are sitting here in front of me, much better than me, and then I just wanted to introduce this subject in a particular way, which I view it. ആ രീതിയിൽ മാത്രം ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. Let us discuss later on. So, as he rightly said, maybe in the context, ഞാൻ കാണുന്നൊരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അത് എന്താണ് ആ കൺട്രി? ഇപ്പം ജോസൂട്ടി സാർ ഇവിടെ പറഞ്ഞു നമ്മളത്ര എത്തിയിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനോട് കൂടി ഞാൻ പറയാം. എനിവേ, റീസെന്റ് ജസ്റ്റ് ലൈക്ക് 2 hours ബാക്ക് വി ഗോട്ട് എ വെരി വെരി ഒരു നല്ല ന്യൂസ് വരുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 5 days വേണ്ടി ഈ ഇൻഫ്രാസ്ട്രക്ചർ അറ്റാക്സ്, മിഡിൽ ഈസ്റ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ, ഇറാൻ ഉൾപ്പെടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഓയിൽ ഫീൽഡ് അറ്റാക്സ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ദാറ്റ്സ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് സൈൻ ഫോർ അസ് ആൾസോ. അപ്പോൾ അത് വളരെ വളരെ നല്ല സൈനായിട്ട് തോന്നുന്നു. നമുക്കെല്ലാം അറിയാം, ആരെക്കാലം യു എസിന് ഈ വാർ എങ്ങനെയെങ്കിലും ഒരു ഓണറബിൾ എക്സിറ്റ് കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സംഗതി. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് നിർത്തുക. പക്ഷെ അപ്പോഴും ഞങ്ങൾ വിജയിച്ചു എന്നുള്ള രീതിയിൽ നിർത്തുക. ഇപ്പോൾ ഓൾ മീഡിയ ഓൾ ഓവർ ദ വേൾഡ് പറയുന്നത് ഇറാനാണ് വിജയിച്ചിരിക്കുന്നത് ഇത്രയും നാൾ സസ്റ്റെയിൻ ചെയ്തതുകൊണ്ട്. അപ്പോൾ അത് മാറ്റി യു എസ് വിജയിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഇസ്രായേൽ അലയൻസ് വിജയിച്ചു എന്നുള്ള രീതിയിൽ ഒരു ഓണറബിൾ എക്സിറ്റ് എങ്ങനെ കിട്ടുമെന്ന് നോക്കുകയാണ്. സി ലുക്ക് അറ്റ് ദിസ് ബിഗ്ഗസ്റ്റ് ഇക്കോണമീസ് ഇൻ ദ വേൾഡ്, ലേറ്റസ്റ്റ് ഫിഗേഴ്സ് മേ ബി 2025. ഇത് നോർമൽ GDP ടേംസിൽ ഇന്ത്യ 4th largest ഇക്കോണമി. ഹീസ് റൈറ്റ്. എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് $30 trillion എക്കോണമിയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വെറും $4.19 trillion എക്കോണമി. So we are very small. 4th largest economy. In terms of purchasing power parity terms, India is 3rd largest economy. China, US and India. Maybe another 15 years time നമ്മൾ സെക്കൻഡ് ആവും, ചൈന ഫസ്റ്റ്, US തേർഡ് ആവും എന്നാണ് പറയുന്നത്. അതുപോലെ ഇവിടെയും ആ ചേഞ്ച് വരാനാണ് സാധ്യത. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറയുന്ന ആസ്പിറേഷണൽ വികസിത് ഭാരത് 2047. അത് 2047 വരുമെന്ന് എനിക്ക് ഒപ്പീനിയൻ ഇല്ല. പക്ഷേ എന്നാലും ഒരു 255, 260 അല്ലെങ്കിൽ 270 കൂടി തീർച്ചയായിട്ടും ഇന്ത്യൻ ഇക്കോണമി ഒരു ഗ്രേറ്റ് ഇക്കോണമി ആവും, കൺസിഡറിങ് ദ പ്രസന്റ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ഇക്കോണമി ഓൾ ഓവർ ദ വേൾഡ്. ഈ സിറ്റുവേഷനിലും ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് സിറ്റുവേഷൻ നോക്കിയാൽ ഇന്ത്യൻ ഇക്കോണമിയാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ അത് വെച്ച് വേൾഡ് അനലിസ്റ്റുകൾ, എക്കോണമിസ്റ്റുകൾ, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, IMF തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റിയാണ്. സോ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ട്രേഡ് ഷിപ്സ് 2000 എന്തായിരുന്നു, 2023 ആയപ്പോൾ എന്തായി? ഈ ഷിഫ്റ്റിംഗ് ട്രേഡ് ബാലൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അവർ ഈ താഴേക്ക് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവരുടെ ഇക്കോണമിക്കലി അവർക്ക് തന്നെ അറിയാം, ഒരു പക്ഷേ അവർ ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യത. ജർമ്മനി സെക്കൻഡ് ആയിരുന്നു, ജപ്പാൻ തേർഡ് ആയിരുന്നു, ഫ്രാൻസ് ഫോർത്ത് ആയിരുന്നു. അത് മാറി ചൈന, US, ജർമ്മനി, നെതർലാൻഡ്സ്, ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ഇങ്ങനെ ഒരു ട്രേഡിന്റെ ഷിഫ്റ്റ്സ് ഇങ്ങനെ നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട് ഈ വേൾഡിൽ തന്നെ. 23 ഇപ്പോൾ 26 ആകുമ്പോഴേക്ക് വീണ്ടും ഇത് മാറുന്നുണ്ട്. ഇത് പബ്ലിഷ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, WTOയുടെ പബ്ലിഷ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മാറുന്നുണ്ട്, ട്രേഡ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലി ട്രേഡ് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അപ്പം ആസ് ഈ സെറ്റ്, എന്താണ് ഇത് വാർ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും എൻ്റെ ഉദ്ദേശത്തിൽ
ഈ പഴയ എന്താണ് നമ്മുടെ ഈ കൺട്രീസ് തമ്മിൽ അല്ലെങ്കിൽ ഗ്ലോബലി പീസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് രാജ്യത്തിനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ എല്ലാവർക്കും നന്മ നേരാനോ ഒന്നുമല്ല. ഐ ബിലീവ് ഇറ്റ് ഈസ് പ്യൂർലി എക്കണോമിക്. റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം ആൾറെഡി വെനിസ്വേല കൺട്രോൾ ചെയ്തു. അതുപോലെ ഓരോ ഏരിയയിലെയും ഇപ്പോൾ കോക്കേഷ്യൻ മൗണ്ടൻസ് നമുക്കറിയാം പൊട്ടൻഷ്യൽ റിസോഴ്സാണ്. അപ്പോൾ ഈ കോക്കേഷ്യൻ മൗണ്ടൻസിൻ്റെ കൺട്രോൾ വേണം. അവിടെയും ഡീസ്റ്റെബിലൈസേഷൻ ഉണ്ടാവുക, ആസ് എ ആൾറെഡി പോയിന്റഡ് ഔട്ട്. ആ ഡീസ്റ്റെബിലിറ്റി ഉണ്ടാക്കി കൺട്രോൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇനി അടുത്തൊരു ഫിഗർ എനിക്ക് കാണിക്കാനുള്ളത് ഈ സംഗതിയാണ്. റഷ്യ 11% വേൾഡ് ലാൻഡ് ഏരിയ ആണുള്ളത്. അവിടുത്തെ പോപ്പുലേഷൻ 1.80% മാത്രം. കാനഡ, ചൈന, USA ഇതെല്ലാം നമുക്കറിയാം. ഇന്ത്യ നമ്മുടെ ലാൻഡ് ഏരിയ ജസ്റ്റ് 2.4% ഓഫ് വേൾഡ് ലാൻഡ് ഏരിയ. ബട്ട് ദിസ് നമ്മുടെ ഈ ലാൻഡ് ഏരിയയിൽ about 18% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഈസ് ഇൻഹാബിറ്റിംഗ്. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു വലിയ വൾണറബിലിറ്റിയാണ് നമ്മുടെ റിസോഴ്സസ്. ഇതുകൊണ്ടാണ് നമുക്ക് ഗ്ലോബൽ ഡിപ്പെൻഡൻസ് ആവശ്യമായി വരുന്നത്. നമുക്ക് ലാൻഡ് ഏരിയ കുറവാണ്, റിസോഴ്സസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷേ പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യിക്കാനുണ്ട്. ഇതിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. 18% ഓഫ് വേൾഡ്സ് കാറ്റിൽ പോപ്പുലേഷൻ ആൾസോ ദെയർ ഇൻ ഇന്ത്യ. അതെന്താ എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദേ നീഡ് മോർ റിസോഴ്സസ് ദാൻ അസ്. ഫോർ പ്ലേസും വേണം, ആഹാരവും എല്ലാം കൂടുതൽ വേണം. അപ്പോൾ അതും ഒരു കാര്യമാണ്. ഇത് മനസ്സിൽ വെച്ചേക്കാൻ വേണ്ടി ഐ ഹാവ് സ്റ്റാർട്ടഡ് മൈ. സോ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഇന്ത്യ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ ഈസ് ഡീപ്ലി ലിങ്ക്ഡ് ടു ഗൾഫ് റീജിയൻ ഫോർ എനർജി, trade and remittances. I don't know how many of you heard today at 2 o'clock, our Prime Minister has made a statement in the Parliament. It's something like 15 minutes talk about the Middle Eastern crisis, what we are going to face. അപ്പോൾ അതേ ഒരു വാർണിംഗ് സൈൻ ആണ് കൊടുത്തത്. കോവിഡിന് പ്രിപ്പയർ ചെയ്തതുപോലെ വി മേ ഹാവ് ടു പ്രിപ്പയർ ഇഫ് ഇറ്റ് പ്രൊലോങ്സ്. ഇതൊരു വാർണിംഗ് ആണ്. കോവിഡ് ടൈമിൽ നമ്മൾ എങ്ങനെയാണോ റെസിലിയൻ്റ് ആയത് അതുപോലെ നമ്മുടെ ജനം ഒരു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് വെരി 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 നോർമൽ, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ ഈ വാർ ഒരു അനദർ 1 വീക്ക് അല്ലെങ്കിൽ 10 days പ്രൊലോങ് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ബെറ്റർ പ്രിപ്പയർഡ് ആവേണ്ടി വരും എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും നൽകുന്ന ഒരു സൂചനയാണ്. അപ്പോൾ അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ മിഡിൽ ഈസ്റ്റ് അക്കൗണ്ട് ഫോർ റഫ്ലി 15 to 20% ഓഫ് ഇന്ത്യാസ് ടോട്ടൽ മെർക്കൻഡൈസ് ട്രേഡ്. ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ പറയപ്പെടുന്ന ഓയിൽ മാത്രമല്ല, അല്ലാതെ പല സംഗതികളും നമുക്ക് അവരുമായിട്ട് ട്രേഡ് ഉണ്ട്. 50 to 60% of India's crude oil imports come from this region. UAE is India's largest export destination in the region. UAE ആണ് നമുക്ക് ഈ റീജിയനിൽ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഈ പറയുന്ന വലിയ കൺട്രീസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ട്രേഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ UAE ആണ്. ഇന്ത്യ എക്സ്പോർട്ട് പ്രോഡക്ട്സ്. നമുക്ക് ഈ ഇമ്പോർട്ട് ഓയിൽ മാത്രമല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ എക്സ്പോർട്ട് എടുത്ത് നോക്കും. നമ്മുടെ ലാർജസ്റ്റ് എക്സ്പോർട്ടിംഗ് ഐറ്റം ഈ പ്രസന്റ് ഡേ വേൾഡിൽ ഇപ്പോഴും നമ്മുടെ ലാർജസ്റ്റ് എക്സ്പോർട്ടിംഗ് ഐറ്റം എന്ന് പറയുന്നത് പെട്രോളിയം ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അതായത് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ചെയ്യാൻ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ഐറ്റം എന്ന് പറയുന്നത് ജെംസ് ആൻഡ് ജ്വല്ലറി ആണ്. ഇതും നമുക്ക് റിസോഴ്സസ് ഇല്ല. വി ഹാവ് ടു ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അപ്പം ഇതുകൊണ്ട് എക്സ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എപ്പോഴും മീഡിയ എല്ലാം പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് മാത്രമാണ് പറയുന്നത്, പക്ഷേ നമ്മുടെ എക്സ്പോർട്ടിനെ അഫക്റ്റ് ചെയ്യും ഈ പ്രശ്നം കാരണം. അതിൻ്റെ റിസോഴ്സസ് വരാതെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽസ്, കൺസ്യൂമർ ഗുഡ്സ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, ഇലക്ട്രോണിക്സ്, ഇതെല്ലാം മിഡിൽ ഈസ്റ്റുമായിട്ട് നമുക്ക് എക്സ്പോർട്ടുള്ള സംഗതികളാണ്. ഇനി നോക്കൂ, എനർജി ഷോക്ക്. നമുക്ക് എവിടെ നിന്നാണ് ഓയിൽ കിട്ടുന്നത്? അല്ലെ, ഇന്ത്യ ഈസ് എ തേർഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് ക്രൂഡ് ഓയിൽ ഇൻ ദ വേൾഡ്. അത്രയും ഐറ്റി ഇക്കോണമിയാണ്. യൂഷ്വലി 60% ഓഫ് ടോട്ടൽ ഓയിൽ ഇമ്പോർട്ട്സ് ആർ മീൻ ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. ഇതിൽ 60%. ഇവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് പോസ്റ്റ് ട്രംപ് സിനാരിയോ പോലെ നമുക്കിതൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ഷിഫ്റ്റഡ് ടുവേർഡ്സ് റഷ്യ. കൂടുതലായിട്ട് റഷ്യ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഹാസ് ബീൻ ഇമ്പോർട്ടിങ് അറൌണ്ട് 60% ഓഫ് ഇറ്റ്സ് LPG നീഡ്സ്. LPGയുടെ ആവശ്യത്തിൻ്റെ 60% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 90% വരുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ് ഖത്തർ, LPG ഇമ്പോർട്ട് ചെയ്യുന്നതിലുള്ള കൺട്രി. അപ്പോൾ ഈ ഹോർമൂസും അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് 2026 ഫിഗറാണ്. റഷ്യ 19.3% ഓഫ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന റഷ്യയിൽ നിന്നാണ്. നമ്മൾ 40ഓളം രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമല്ല. അതാണ് നമ്മുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്.
41 രാജ്യത്തിൽ നിന്ന് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ ഈ റീജിയനാണ്. ട്രഡീഷണലി നമ്മൾ അവരുമായിട്ടുള്ള സഹകരണം കാരണം ഏറ്റവും കൂടുതൽ ആ റീജിയനിൽ നിന്നായതാണ്. നമ്മുടെ ഒരു ഓവർ ഡിപ്പെൻഡൻസ് ആണ്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നമുക്ക് സോഴ്സ് ഉണ്ടെന്നുള്ള അതിനർത്ഥം. സൗദി അറേബ്യ 17.5%, ഇറാഖ് 16.6%, UAE, USA, കുവൈറ്റ്, അങ്കോള, ബ്രസീൽ, ഖത്തർ, നൈജീരിയ, അതേഴ്സ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മുടെ ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി എവരിബഡി നോസ് ദാറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് 41 കൺട്രീസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് അടുത്തൊരു ഈ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓയിലിൻ്റെ ഇമ്പാക്റ്റ് മാത്രമല്ല ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ. ഈ ഓയിൽ ക്രൂഡ് ഓയിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. 1 barrel ക്രൂഡ് ഓയിൽ മീൻസ് 159 ലിറ്റേഴ്സ് ഉണ്ടാവും. ഇതിനകത്തുനിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഇതാണ്. ഇൻഡസ്ട്രിയൽ ഇമ്പാക്റ്റ് നമ്മൾ ഓയിലിൻ്റെ മാത്രം ഇമ്പാക്റ്റ് അല്ല, മറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പെട്രോൾ കിട്ടുന്നുണ്ട്, ഡീസൽ, ATF. നമുക്ക് ആൾറെഡി അറിയാം ഫ്ലൈറ്റ് ചാർജസ് എല്ലാം കൂട്ടി സർചാർജസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ ചാർജസ് ഒക്കെ ATF സ്പെഷ്യൽ ചാർജസ് എയർലൈൻസ് എല്ലാം ചുമത്തിയിട്ടുണ്ട്. LPG, കെറസിൻ, ഹെവി ഓയിൽ, നാഫ്ത, ബിറ്റുമിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, വാക്സ്, കോക്ക് ഇങ്ങനെ തുടങ്ങിയ ഏകദേശം 170 ലിറ്റേഴ്സ്, 159 ആണ് ക്രൂഡെങ്കിലും ആഫ്റ്റർ ക്രാക്കിംഗ് അബൌട്ട് 170 ലിറ്റേഴ്സോളം വിവിധങ്ങളായ സംഗതികളും. ഇതിൻ്റെയൊക്കെ ഇൻഡസ്ട്രി വളരെ വലിയ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. നമുക്ക് എക്സ്പോർട്ട്സ് വളരെ വലുതായിട്ടുള്ളതാണ്. പല റീജിയനിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഈവൻ വെസ്റ്റേൺ കൺട്രീസിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ പല പ്രോഡക്ട്സും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയുടെ ഒരു കീ ഫാക്ടറാണ്. നോട്ട് ഓൺലി ഫോർ ട്രാൻസ്പോർട്ടേഷൻ ബട്ട് ഓൾസോ ഫോർ അതർ ഏരിയാസ് ലൈക്ക് അതർ ഇൻഡസ്ട്രിയൽ ആസ്പെക്ട്സിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ഒരു ആസ്പെക്റ്റ് കൊണ്ടുവന്നത്. ഇനി ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിനെ പറ്റി ഇവിടെ സൂചിപ്പിച്ചു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷിപ്മെന്റ്സ് ത്രൂ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് 30% ഓഫ് ഗ്ലോബൽ സീബോർഡ് ഓയിൽ ട്രേഡ്. ഗ്ലോബൽ സീബോർഡ് ഓയിൽ ട്രേഡിൻ്റെ 30% സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലാണ്. 20% ഓഫ് ഗ്ലോബൽ LNG ട്രേഡ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിലാണ്. സൗദി അറേബ്യ ഈസ് ദ ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ഓയിൽ ത്രൂ ദി സ്ട്രൈറ്റ് വൈൽ ഖത്തർ ലീഡ്സ് ഇൻ LNG എക്സ്പോർട്ട്സ്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ഓയിൽ ആൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് ഏകദേശം 20.3 മില്യൺ ബാരൽസ് ആണ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നത്. 290 മില്യൺ ക്യൂബിക് മീറ്റേഴ്സ് ഓഫ് LNG ഇതിനവിടെ പോകുന്നു. 84% ഓഫ് ക്രൂഡ് ഓയിൽ ആൻഡ് 83% ഓഫ് LNG പാസ് ത്രൂ ദ ഹോർമുസ് സ്ട്രൈറ്റ് വാസ് ബൗണ്ട് ടു ഏഷ്യ. ഇതിൽ 84% ഓഫ് ക്രൂഡ് ഓയിലും 83% ഓഫ് LNGയും ഹോർമുസിൽ കൂടെ വരുന്നത് ഏഷ്യയാണ്. അതിൽ തന്നെ 70% ഓഫ് ദാറ്റ് ഹോൾ ബണ്ടിൽ ചൈനയ്ക്കും ഇന്ത്യക്കും സൗത്ത് കൊറിയയ്ക്കും വേണ്ടിയാണ് പോകുന്നത്. ഇതും വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയ നമുക്ക് വളരെ വലിയ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാം. അതുകൊണ്ടാണ് നമ്മളൊരു മിഡിൽ ഈസ്റ്റേൺ യൂറോപ്യൻ കോറിഡോർ നമ്മൾ പ്രപ്പോസ് ചെയ്തു ഈ G20 മീറ്റിംഗിൽ in 2023. We proposed, I think Prime Minister Modi proposed that. I think by ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസിൽ ഈ വളരെ ക്രൂഡ് ഓയിൽ പ്രൈസസ് കൂടാനുള്ള സാധ്യത അത് ആൾറെഡി മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ക്രൂഡ് ഓയിൽ പ്രൈസസ് കൂട്ടിയിട്ടില്ല. ഒരു പരിധി വരെ അതിൻ്റെ കാര്യം ഗവൺമെൻറ് ഇപ്പോഴും സബ്സിഡീസ് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടീസ് നമ്മൾ അറിയാതെ തന്നെ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നോർമൽ പെട്രോൾ ആൻഡ് ഡീസലിൻ്റെ പ്രൈസസ് ഇപ്പോൾ കൂടാത്തത്. അത് എത്ര നാൾ വരെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പം സ്പെഷ്യൽ പെട്രോളിൻ്റെ പ്രൈസ് കൂട്ടി, പക്ഷെ നോർമൽ പെട്രോൾ ആൻഡ് ഡീസലിൻ്റെ പ്രൈസസ് ഒരുപക്ഷെ അടുത്ത് തന്നെ കൂടാനുണ്ട്. നിങ്ങൾ ആരും പാനിക്കാവാൻ വേണ്ടി പറയുന്നില്ല. ഇന്ന് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം തൊട്ട് കേരളത്തിൽ പല പമ്പുകളിലും പെട്രോൾ ഡീസലുണ്ട്, പക്ഷെ പെട്രോളിൻ്റെ അവൈലബിലിറ്റി ഷോർട്ടനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരത്തെ 6 മണിക്ക് ശേഷം പല പമ്പുകളിലും പെട്രോൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 മണിക്ക് ശേഷം വന്നേക്കാം. അപ്പോൾ അത് ഒരുപക്ഷെ ഇത് സ്റ്റോർ ചെയ്യുന്നതിനാണ്. നമ്മുടെ സ്റ്റോറിങ് കൂട്ടി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് ലോങ് ടേം സസ്റ്റനൻസിന് വേണ്ടിയുള്ള ഒരു മെഷറായിട്ട്. അതുകൊണ്ടാണ് PM പറയുന്നത് നമ്മളും കൂടി ഒന്ന് പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട് എന്നൊരു സൂചന നൽകിയത്. ചിലപ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ പുതിയ അനൗൺസ്മെന്റ്സ് ഉണ്ടാവാം. പ്രൈസ് മാത്രമല്ല, റേഷനിങ് പോലെ. നമുക്കറിയാം ശ്രീലങ്ക ആൾറെഡി ഇപ്പോൾ QR കോഡ് സിസ്റ്റത്തിലാണ് പെട്രോൾ ഡീസൽ വിതരണം ചെയ്യുന്നത്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് QR കോഡ് കിട്ടുമ്പോൾ ആ QR കോഡ് പെട്രോൾ ബങ്കിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് അത്രയും എമൗണ്ട് പെട്രോൾ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എത്രയെങ്കിലും ദിവസം കഴിഞ്ഞിട്ടേ കിട്ടും. അതുപോലെ തന്നെ മലേഷ്യയിൽ റേഷനിങ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ ആൾറെഡി ഏർപ്പെടുത്തി. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് കൺസ്യൂമർ, നമുക്ക് റിസർവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. സോ വി ആൾസോ ഹാവ് ടു ബി വെരി
very much prepared. In fact, India daily consumption of crude oil എന്ന് പറയുന്നത് 55 lakhs barrel ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് പറയുന്നത്, ഏകദേശം 5.5 million barrels. ഇന്ത്യൻ ഇമ്പോർട്ട്സ് ക്രൂഡ് ഓയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇന്ത്യസ് ഡെയിലി കൺസംഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് 189 MMSCMD, അതായത് മില്യൺ മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റേഴ്സ് പെർ ഡേ ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഔട്ട് ഓഫ് വിച്ച് 98 million നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. ഇതാണ് നേരത്തെ സാറോട് സൂചിപ്പിച്ചത്. $10 ഇൻക്രീസ് ഇൻ ഇന്റർനാഷണൽ പ്രൈസ് ഓഫ് 1 barrel ക്രൂഡ് ഓയിൽ. ഇപ്പോൾ ഓൾറെഡി അതൊക്കെ കഴിഞ്ഞു. നമ്മൾ 60-70 കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഓൺ ആൻഡ് ആവറേജ് ഇന്നത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 130 ആയി. പക്ഷെ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യ നമ്മുടെ കൺസംഷൻ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് മാറ്റിയിട്ടില്ല. ഗവൺമെന്റ് അബ്സോർവ് ചെയ്യാം, ഗവൺമെന്റ് എക്സ്ട്രാ പേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, ആനുവൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഏകദേശം $16 billion ആണ്. $10 ഇൻക്രീസ് ചെയ്യണം. അതായത് ഇക്വലന്റ് ടു ഇന്ത്യൻ റുപ്പീസ് 1.5 lakh crore, 1.5 ലക്ഷം കോടി രൂപയാണ് $10 നമ്മൾ ഇൻക്രീസ് ചെയ്താൽ ഒരു വർഷം അത് കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ അത് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് $112 billion വർത്താണ്. ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 10 ലക്ഷം കോടിയാണ്. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇന്ത്യയുടെ നാഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ നാഷണൽ ബഡ്ജറ്റ് 53 ലക്ഷം കോടിയാണ്. അപ്പൊ ആ 53 ലക്ഷം കോടി ബഡ്ജറ്റിന്റെ കണക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം കോടി രൂപ ആനുവലി നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ആ ബഡ്ജറ്റിൽ നല്ല മുഴുവൻ സോഴ്സസ് വരുന്നത് അത് വേറൊരു കണക്കാണ്. പക്ഷെ ഞാൻ കമ്പാരിസന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഹ്യൂജ് ആയിട്ട് നമ്മൾ ഈ കൺട്രീസിന്, അല്ലെങ്കിൽ ഓയിൽ ഡിപ്പെൻഡൻ്റ് ആണ് നമ്മുടെ കൺട്രി. ലാർജസ്റ്റ് ട്രേഡിംഗ് ബ്ലോക്ക് ഓഫ് ഇന്ത്യ ഈസ് GCC. നമ്മുടെ ഇപ്പോഴും ഈ ട്രേഡിംഗ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ട്രേഡ് US യൂറോപ്യൻ യൂണിയനോ ഒന്നുമല്ല, GCC ആണ്. അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയനാണ്. മൂന്നാമത്തെ ആസിയാനാണ്. നാലാമത്തത് USA ആണ്. അങ്ങനെയാണ് കൺട്രീസ് ആയിട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും കൂടിയ ബ്ലോക്ക് എന്ന് പറയുന്നത് GCC ആണ്. അപ്പം ഓയിൽ മാത്രമല്ല, ഓയിലാണ് ഒരു പ്രധാന കാരണം ഈ ട്രേഡ് കൂടിയതിൻ്റെ. പക്ഷേ അതിനോടൊപ്പം മറ്റ് പ്രോഡക്ട്സും ഉണ്ട്. ഇത് നോക്കൂ, ഇത് മനസ്സിലാവും. നോൺ എനർജി ഇമ്പോർട്ട് ഫ്രം മിഡിൽ ഈസ്റ്റ് എന്നുള്ള നോൺ എനർജി ഇമ്പോർട്ട്സ്, ഡയമണ്ട്സ്. ഇന്ത്യയുടെ ഡയമണ്ട് ടോട്ടൽ ഇമ്പോർട്ട്സിന്റെ ഏകദേശം 50%, 48% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഴ്സിന്റെ 63%, ഗോൾഡിന്റെ 29%, സിൽവറിന്റെ 31%, പ്ലാറ്റിനത്തിന്റെ 66%, എയർക്രാഫ്റ്റ് പാർട്സ്. അതാണ് അവർ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റേൺ എക്കോണമീസ് എല്ലാം ഡൈവേഴ്സിഫൈ ചെയ്യാണ്. അവർ എയർക്രാഫ്റ്റ് പാർട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. 32% ഓഫ് നമ്മുടെ എയർക്രാഫ്റ്റ് പാർട്സ് വരുന്നത് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ്. സോ ദിസ് ഹ്യൂജ് എക്കോണമീസ് ആണ്, സ്മോളർ എക്കോണമീസ്. അപ്പോൾ ഇത് നോൺ എനർജി ഇമ്പോർട്ട്സ് നമുക്ക് ഈ കൺട്രീസിൽ നിന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇതൊക്കെ കുറച്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു 3 months അല്ലെങ്കിൽ 6 months ഡൗൺ ദ ലൈൻ നമ്മുടെ ക്രൈസിസ് നേടുകയാണെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, എഗ്രിമെന്റ്സും ട്രേഡിനും എല്ലാം, അല്ലെങ്കിൽ ഓരോ കമ്പനീസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമ്മുടെ ഈ ട്രേഡ് ഇത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ട്രേഡിന്റെ സിറ്റുവേഷൻസ് ലൈക്ക് UAE ഒരു പ്രധാനപ്പെട്ട ട്രേഡറാണ്. അടുത്തത് എന്താണ്, സൗദി അറേബ്യ നമുക്കൊരു പ്രധാനപ്പെട്ട ട്രേഡ്. ഇത് ലേറ്റസ്റ്റ് എക്കണോമിക് സർവേയുടെ ഫിഗേഴ്സ് ആണ്. ഇറാഖ് ഒരു പ്രധാനപ്പെട്ട കൺട്രിയാണ്. ഈ കൺട്രീസ് ഇൻഡിപെൻഡന്റ് കൺട്രീസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. GCC ആസ് എ ഗ്രൂപ്പ്, ആസ് എൻ ഇൻഡിപെൻഡന്റ്, ആസ് എൻ ഇന്ത്യ എന്താണ് പ്രത്യേകമായിട്ട് കൺട്രി മാത്രമായിട്ട് നോക്കിയാൽ US ആണ് ഈ ലാർജസ്റ്റ് ട്രേഡർ. അത് കഴിഞ്ഞാൽ ചൈനയാണ്. പിന്നീടുള്ള 3rd ലാർജസ്റ്റ് ട്രേഡറാണ് UAE. അപ്പം ഈ ഓയിലും അല്ലാതെ ഉള്ളതും ആയിട്ട്. അപ്പോൾ സോ ദീസ് റീജിയൻസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ GCC കൺട്രീസ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം പോപ്പുലേഷനാണ് GCC കൺട്രീസിലുള്ളത്. UAE-യിൽ 35 മുതൽ 36 ലക്ഷം പോപ്പുലേഷനാണ് ഉള്ളത്. അത് എന്ന് പറയുന്നത് ആ രാജ്യത്തെ 35% പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷനാണ് UAE-യിൽ. അടുത്ത സൗദി അറേബ്യയിൽ രാജ്യത്തിന്റെ 8% പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷനാണ്. കുവൈറ്റിന്റെ 20 മുതൽ 22% പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷനാണ്. ഖത്തറിന്റെ 28% പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷനാണ്. ഒമാനിൽ 15%, ബഹ്റിനിലും 22%. ഇതാണ് നമ്മുടെ ഡയസ്പോര റീജിയൻ. ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ. അവരുടെ പ്രൊട്ടക്ഷൻ, അവരുടെ സെക്യൂരിറ്റി, മോസ്റ്റ് ഓഫ് ദം അവിടെ പോയിരിക്കുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ്. അതിൽ നിന്ന് കിട്ടുന്ന റെമിറ്റൻസസ് നമുക്കുള്ള സാർ ആൾറെഡി സൂചിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ പോപ്പുലേഷൻ സെക്യൂരിറ്റി. അപ്പൊ നമുക്ക് അവരുമായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ ഒരിക്കലും പറ്റാത്ത ഒരു രീതിയിലാണ് ഈ റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, റെമിറ്റൻസസ്.
ഇനി റെമിറ്റൻസസ് നോക്കിയാൽ പ്രധാനപ്പെട്ട കൺട്രീസ്, ഇന്ത്യ ഈസ് എ വേൾഡ്സ് ടോപ്പ് റെസിപ്പിയന്റ് ഓഫ് ഫോറിൻ റെമിറ്റൻസസ്. ഇപ്പം 2025 ഇന്ത്യ ടോപ്പായി. ഏകദേശം $135 ബില്യൺ ആണ് 2024-25 റെമിറ്റൻസസ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന US-ൽ നിന്നാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കൺട്രി UAE ആണ്. 19.2% ഓഫ് ടോട്ടൽ റെമിറ്റൻസിന്റെ ഷെയർ UAE നിന്നാണ്. സൗദി അറേബ്യയിൽ നിന്ന് 6.7, ഖത്തർ 4.1, കുവൈറ്റ് 3.9. ഇത് എടുത്തു പറയാൻ കാര്യം, അവിടുത്തെ ഇൻഡസ്ട്രീസ് ഈ വാർ കാരണം അവിടുത്തെ ഇൻഡസ്ട്രീസ് ഇല്ലാതാകുകയും അവിടുത്തെ പ്രൊഡക്ഷൻ കുറയുകയും മിക്കവാറും ഓൺലൈനായിട്ട് മാറുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ആൾക്കാരുടെ തൊഴിലിനെയും ഇൻകത്തിനെയാണ്. അത് ഇമ്പാക്ട് ചെയ്യുമ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻകവും ഇമ്പാക്റ്റ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലുങ്കാന, കർണാടക പോലുള്ള സംസ്ഥാനത്തെ ഡൊമസ്റ്റിക് കൺസംഷനെയും ഗവൺമെന്റ് ബഡ്ജറ്റിങ്ങിനെയൊക്കെ ഇത് വളരെയേറെ ബാധിക്കാനുള്ള സാധ്യത ഇത് പ്രൊലോങ് ചെയ്യാണ്. ഇത് മുന്നിൽ കണ്ടിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് നമുക്കത് വളരെ ശ്രദ്ധാപൂർവം ഇതിനെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫോറിൻ റെമിറ്റൻസസിന്റെ അബൌട്ട് 50 ബില്യൺ ഈസ് ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. ഈ 135 ഏകദേശം 50 ബില്യണും വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മാത്രമാണ്, ഈ മിഡിൽ ഈസ്റ്റേൺ റീജിയനിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പം ഇതിൽ മറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളത് നമുക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. അൺസർട്ടനിറ്റി, ഡൊമസ്റ്റിക് എക്കോണമി ഓൾറെഡി ട്രംപിന്റെ വേരിയസ് ടാരിഫ് നയങ്ങളിലൂടെ അവിടെ ഡൊമസ്റ്റിക് എക്കോണമി അൺസർട്ടൻ ആണ്. അവിടുത്തെ പ്രൊഡക്ഷൻ അദ്ദേഹം വിളിച്ച പേര് റീഷോറിംഗ് എന്നോ അല്ലെങ്കിൽ നെയ്ബർ ഷോറിംഗ് എന്നൊക്കെ ലിറ്ററേച്ചറുകളിൽ പറയാറുണ്ട്. അപ്പോൾ ഈ റീഷോറിങ്ങിന് വേണ്ടി ചെയ്ത് അവസാനം ഡൊമസ്റ്റിക് എക്കോണമി ഫ്രജൈൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവുമ്പോഴും നമ്മുടെ ഈ റെമിറ്റൻസിനെ അഫക്ട് ചെയ്യും, നമ്മുടെ എക്സ്പോർട്സിനെ അഫക്ട് ചെയ്യും, ഇമ്പോർട്സിനെ അഫക്ട് ചെയ്യും. ഇത് ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് മാത്രമല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് റിപ്പിൾ എഫക്ട്സ് ഇതിനെ ലോങ് ടൈമിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഒരു 28 ദിവസത്തെ അല്ലെങ്കിൽ 27 ദിവസത്തെ വാറാണ്. പക്ഷേ ഇതിന്റെ റിപ്പിൾ ഇമ്പാക്ട്സ് വളരെ വലുതാണ്. ഇനി ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ G20 സബ്മിറ്റിൽ 2023 പറഞ്ഞതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ് ടു ഗ്രീസ് വരെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇതെല്ലാം ബന്ധപ്പെട്ട് ഇതിലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ US-നൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല, പക്ഷേ അങ്ങ് സമ്മതിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മുമായിട്ടുള്ള ഇവിടെ അദ്ദേഹം പറഞ്ഞതുമായിട്ട് ഒരു വിയോജിപ്പ് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയുടെ പവർ എന്താന്ന് പറഞ്ഞാൽ 60% ഓഫ് അവർ പോപ്പുലേഷൻ ഈസ് ലെസ് ദാൻ 35 ഇയേഴ്സ് ഓഫ് ഏജ്. 60% ആൾക്കാർ 35 വയസ്സിൽ താഴെയുള്ളവരാണ്. ഇത് വെച്ചാണ് നമ്മളിപ്പോഴും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് കൺട്രീസുമായിട്ട് പല കാര്യത്തിലും. ഇപ്പം ടാരിഫ് ഇമ്പോസ് ചെയ്തപ്പോഴും നമ്മുടെ ഈ പോപ്പുലേഷൻ, മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ, യങ് പോപ്പുലേഷൻ ആൻഡ് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ, ഇത് വളരെ വലിയൊരു കൺസംഷൻ ബേസ് ആണ് എക്കോണമീസിനെ സംബന്ധിച്ച്, യൂറോപ്പിനായാലും US-നായാലും. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിപ്പോൾ ബാർഗെയിൻ ചെയ്യുന്നത്. അത് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പനി, നമുക്കെല്ലാം അറിയാം, നെസ്ലെ ഒരു തവണ നെസ്ലെ നമ്മൾ ബാൻ ചെയ്തു. നെസ്ലയുടെ ഒരു നൂഡിൽസ് മാത്രം ബാൻ ചെയ്തു. മാഗി നൂഡിൽസിന്റെ സ്റ്റോറി നമുക്ക് അറിയാവുന്നതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം 4 വർഷം മുമ്പാണ് മാഗി നൂഡിൽസ് ലെഡ് കണ്ടന്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ബാൻ ചെയ്ത് നെസ്ലെ കമ്പനിക്ക് നഷ്ടപ്പെട്ടത് ഏകദേശം 6000 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ആ കമ്പനി ഓൾമോസ്റ്റ് ഇൻ ദ വെർജ് ഓഫ് കൊളാപ്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ ബിസിനസ് ചെയ്തിട്ടാണ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ട്രേഡ് നോക്കുമ്പം കുറവായിരിക്കും, 1.5 or 2% ഓഫ് ഗ്ലോബൽ ട്രേഡ് മാത്രമേ ഇന്ത്യ ഉള്ളൂവെങ്കിലും, പക്ഷേ കമ്പനീസ് ഇവിടെ വന്ന് ഡൊമസ്റ്റിക്കലി ട്രേഡ് ചെയ്യുന്നത് വളരെ കൂടുതലാണ്. ഡൊമസ്റ്റിക് കൺസംഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് നമ്മുടെ ട്രേഡിലേക്ക് അത് കാണാതെ കമ്പനീസ് ഇവിടെ വരികയും ഉൽപ്പാദിപ്പിക്കുകയും ഇവിടെ തന്നെ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ ട്രേഡിൽ റിഫ്ലക്ട് ചെയ്യാത്തത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ പവർ എന്ന് പറയുന്നത് ഈ യങ് പോപ്പുലേഷൻ ആണ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ ആണ്. അത് ഒരു പരിധി വരെ മറ്റ് കൺട്രീസിന് ആവശ്യമാണ്. ഒന്ന് കൺസംഷൻ, രണ്ടാമത്തെ കാര്യം അവരുടെ ഫ്യൂച്ചർ സപ്ലൈ ഓഫ് ലേബറേഴ്സ്. ആ ഫ്യൂച്ചർ യങ് ലേബറേഴ്സിന് സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇന്ത്യ പോലുള്ള കൺട്രി, ഇന്ത്യയാണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് അങ്ങനെ പോകാൻ സാധ്യതയില്ല, ഇന്ത്യയിൽ നിന്ന് ഫ്യൂച്ചറിൽ ഗ്ലോബൽ ലേബർ സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ കമ്പനീസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു ബാർഗെയിനിങ് പവർ അവിടെ ഉണ്ടെന്ന് മാത്രമേ പറയുന്നു ഉദ്ദേശിച്ചു. ഇനി ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞു. ഒരു കൺക്ലൂഷൻ പോലെ പറയുകയാണെങ്കിൽ ഓയിൽ പ്രൈസ് സർജ്, കറൻസി ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഏകദേശം 93, ഇനി 94 ക്രോസ് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ കുറച്ച് താഴ്ന്നിട്ടുണ്ട്. ഇന്ന് ഗോൾഡ് പ്രൈസസ് ബിലോ 1 lakh rupees എത്തി. അപ്പോൾ അത് ചില മാറ്റങ്ങൾ വന്നാലും ഓവറോൾ ഇത് ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. മാർക്കറ്റ് ക്രാഷ്, നമ്മുടെ മാർക്കറ്റ് സെൻസെക്സും നിഫ്റ്റിയും ഒരുപാട് ക്രാഷ് ചെയ്തിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ കണക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്, അതിലേക്ക് വരാം.
ട്രേഡ് ഡിസ്റപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, റെമിറ്റൻസസ് ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്, ജോബ് ലോസസ് ആണ് ഞാൻ നെക്സ്റ്റ് സ്റ്റേജ്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഉടൻ ജോബ് ലോസ് അല്ല, ഇന്ത്യയിൽ കുറച്ച് നീളുകയാണെങ്കിൽ ജോബ് ലോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഗ്രോത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്, എനർജി ക്രൈസിസ്, ഫുഡ് ആൻഡ് ഇൻഫ്ലേഷൻ, ഫുഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഇൻഫ്ലേഷൻ. നമുക്കുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഏകദേശം 420 മില്യൺ ടൺസോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫുഡ് സെക്യൂരിറ്റി നമുക്ക് പ്രശ്നമില്ല. ശ്രീലങ്കയ്ക്ക് ഉണ്ടായതുപോലെയൊന്നും ഇന്ത്യക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമുക്ക്, പക്ഷെ അതിന് ലേറ്റർ ഈ ഓയിൽ ക്രൈസിസ് വന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയും ഡിസ്ട്രിബ്യൂഷൻ അഫക്റ്റ് ചെയ്യുകയും അത് ഇൻഫ്ലേഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് അൾട്ടിമേറ്റ്ലി ഇക്കണോമിയെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മുന്നിൽ കാണണം. സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്താണ് റീസൺസ് ആണ്, പ്രധാനപ്പെട്ട റീസൺസ് ആണ് ക്രാഷ് ചെയ്തതിൻ്റെ. റുപ്പി ലോ ആയി, FII സെല്ലിംഗ് ഇൻറ്റൻസിഫൈ ആയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സെബി പറയുന്നത് FIIയുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് കൂടി. അടുത്ത 8 to 10 lakhs crores ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടപ്പെട്ടത് സിൻസ് February 28. ടോട്ടൽ 8 to 10 lakhs crores നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടിരിക്കുന്ന, അവരുടെ വാല്യൂ കുറഞ്ഞത് കാരണം നഷ്ടപ്പെട്ടത് ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. ട്രാവൽ, ടൂറിസം, ഏവിയേഷൻ, ഇതെല്ലാം നെക്സ്റ്റ് ലെവൽ. ഏവിയേഷൻ അഫക്റ്റ് ചെയ്തു, ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാവലും ഒരു പരിധി വരെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി പ്രൈസസ് കൂടിയാൽ, ഓയിൽ പ്രൈസസ് കൂടിയാൽ ട്രാവൽ ടൂറിസത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇന്ത്യസ് പ്രിപ്പയർഡ്നെസ്, എങ്ങനെയാണ് ഇന്ത്യ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഡൊമസ്റ്റിക് കൺസംഷൻ ഇൻക്രീസ് ത്രൂ ഗവൺമെന്റ് സപ്പോർട്ട്. ഇത് LPGയുടെ എല്ലാം ഉദ്ദേശിച്ചത് ബാക്കിയുള്ള നമ്മുടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് നമ്മൾ ഡൊമസ്റ്റിക് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടി ഇപ്പം ഡൊമസ്റ്റിക് സപ്ലൈ ചെയ്യാണ്, പ്രൈസ് കുറച്ച് സബ്സിഡൈസ്ഡ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് LPGs increased by 30%. Now the government, today's news is considering 10 kg LPG cylinders. നമ്മളിപ്പോൾ കിട്ടുന്ന 15 kg 10 kg മാത്രം നിറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്, അത്രയും പ്രൈസ് കുറച്ചിട്ട്. കാരണം അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന 10 kg കിട്ടുമ്പം കുറച്ച് ദിവസം നീണ്ടു നിൽക്കും, അപ്പോൾ കൂടുതൽ പേർക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ആണ് ഞാൻ സൂചിപ്പിച്ച നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. 10 kg സിലിണ്ടേഴ്സ് ആണ് വരാൻ പോകുന്നത്. 70% ഓഫ് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട്സ് ആർ നൗ ഫ്രം ഔട്ട്സൈഡ് ഓഫ് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ്. നമ്മൾ റീറൂട്ട് ചെയ്തു തുടങ്ങി. റഷ്യ പോലെയുള്ള കൺട്രീസും ഇപ്പോൾ 70%, 60% ആയിരുന്നു, 40% പുറത്തുനിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 28 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തത് 30%-ലേക്ക് കുറച്ച് 40% റീറൂട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ കുറേ കൂടി നമുക്ക് ബെറ്റർ പ്രിപ്പയർനെസ് ആവും. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് കണക്ഷൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം നാച്ചുറൽ ഗ്യാസ് നമുക്ക് കുറേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് കൂട്ടാനായിട്ട് അതിൻ്റെ നമുക്ക് സ്റ്റോറേജ് ഒരുപാടുള്ളത് കൊണ്ട് അതിലേക്ക് മാറാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ ഇനിഷ്യേറ്റഡ്. നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എക്സ്പോർട്സ് മാറ്റി നമുക്കറിയാം US ടാരിഫ് കാരണം US നിന്നുള്ള എക്സ്പോർട്സ് നമ്മൾ സ്ലോലി മാറുന്നു. പക്ഷെ ഇതിനെല്ലാം ടൈം എടുക്കും എന്നുള്ളതുകൊണ്ട് ഇതിന് ഇമ്പാക്റ്റ് വരാൻ കുറേ സമയമെടുക്കും. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ്, നമുക്കൊരു ഏജൻസി ഉണ്ട്, എന്താണ് ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡ്. 2004 നമ്മൾ കൊണ്ടുവന്നതാണ്. ആ ലിമിറ്റഡ് പ്രകാരം നമുക്ക് സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് 37 മില്യൺ ബാരൽസ് സ്ട്രാറ്റജിക് റിസർവ്സ് ഉണ്ട്. ഇന്ന് PMO അനൗൺസ് ചെയ്യുന്നത് ഏകദേശം 52 ബാരൽസോളം നമുക്ക് റിസർവ്സ് ഉണ്ടെന്നാണ്. ഇത് നമുക്ക് അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. വിശാഖപട്ടണം, മാംഗ്ലൂർ, പടൂർ, ഈ 3 സ്ഥലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം എന്താണ് കുറച്ച് ദിവസങ്ങളിലേക്ക് കുറച്ച് ദിവസം നമുക്ക് പോകാനായിട്ട് വരും. അതിൻ്റെ സ്റ്റോറേജിൻ്റെ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പ്ലാനിങ് എക്സ്പാൻഷൻ ഓഫ് റിസർവ്സ് ടു ചന്ദിക്കോലെ, ഒഡീസ, പടൂറിൽ പുതിയതായിട്ട് അടുത്ത അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജസ് നമ്മൾ ആൾറെഡി തുടങ്ങിയതാണ്. ചൈനയ്ക്കും US-നും ഇത് ഹ്യൂജ് ആയിട്ട് സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയും സ്റ്റോറേജസ് തുടങ്ങിയിട്ടുണ്ട്. സോ കമേഴ്ഷ്യൽ സ്റ്റോറേജ് 65 ഡേയ്സ് കൺസംഷന് വേണ്ടി ഉണ്ടെന്നാണ് കമ്പനികൾ പറയുന്നത്. BPCL-ഉം IOCL-ഉം ഒക്കെ പറഞ്ഞത് 65 ഡേയ്സിൻ്റെ കൺസംഷൻ ഇപ്പോഴത്തെ ലെവലിൽ കൺസംഷൻ വേണ്ടിയുള്ള ഡെയിലി ഈ 55 ബാരൽസ് വെച്ച് റിലീസ് ചെയ്താൽ പോലും 65 ഡേയ്സിലേക്ക് മൊത്തം ഉണ്ടെന്നുള്ളതാണ്. 65 പ്ലസ് മറ്റതൊരു 10 ഡേയ്സിന് വരും. ഇതെല്ലാം കൂടി ചേർന്ന് നമുക്ക് നല്ല റിസർവ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സ്ലോലി ഷിഫ്റ്റിംഗ് ഓഫ് എനർജി സോഴ്സസ് ടു ഹൈഡ്രജൻ, ഇലക്ട്രിക് ആൻഡ് അറ്റോമിക്. ഇതാണ് ലോങ് ടേമിലെ ഒരു നമ്മുടെ ഇമ്പാക്റ്റ്. ഷിഫ്റ്റിംഗ് ദ സോഴ്സസ് ടു ഹൈഡ്രജൻ, ഇലക്ട്രിക് ആൻഡ് അറ്റോമിക് സോഴ്സസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓൾറെഡി നാഷണൽ ഹൈഡ്രജൻ മിഷൻ തുടങ്ങി. അത് ഇലക്ട്രിക്കിൻ്റെ ഒരു അടുത്തൊരു പ്രശ്നം വരുന്നത് ഇലക്ട്രിക്കിൻ്റെ കമ്പോണൻസ്, എസ്പെഷ്യലി സെൻസേഴ്സ്, നമ്മൾ കൂടുതൽ ചിപ്സ്, ഇതിനെല്ലാം നമ്മൾ തായ്വാനെയും മറ്റ് കൺട്രീസിനാണ് ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, EVയുടെ പ്രശ്നം.
EV നമ്മൾ ലാർജ്ലി റോൾ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിന്റെ കമ്പോണൻസ് പലപ്പോഴും പുറത്തുനിന്ന് വരുന്നത് കാരണം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മാറാൻ പറ്റുന്നില്ല. ഐ എം വൈൻഡിങ് അപ്പ്. സോ കൺക്ലൂഷൻ, if the Middle Eastern war prolongs, it can significantly impact the Indian economy. This is what today PMO also said. Current situation, Indian remains relatively stable ആണ് ഇപ്പോൾ. ഇക്കോണമി വലുതായിട്ട് ബാധിച്ചിട്ടില്ല. ആഡിക്വേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ട്, നമുക്കുണ്ട് ഏകദേശം above $700 billion worth of foreign reserves നമുക്കുണ്ട്. Availability of strategic petroleum reserves ഉണ്ട്. Diversified import sources reduces the immediate risk. But if the conflict extends by a week or more, crude oil prices may rise sharply. ഇത് ഇന്ന് PMOയുടെ പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഒരാഴ്ച പോയില്ല പ്രൈസ് കൂട്ടാനായിട്ട്. ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ പ്രൈസ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. റുപ്പി മേ ഡിപ്രീഷിയേറ്റ് അഗെയിൻ, മേക്കിംഗ് ഇമ്പോർട്ട്സ് മോർ എക്സ്പെൻസീവ്. ഫിസിക്കൽ പ്രഷർ ഇൻക്രീസസ് ടു ഹയർ സബ്സിഡി ആൻഡ് ഇമ്പോർട്ട്. കാരണം ഇപ്പോൾ ഓൾറെഡി സബ്സിഡൈസ് ചെയ്യുന്നു. നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഓയിലിനെ കുറച്ചിട്ട് അത് ഗവൺമെന്റ് ബെയർ ചെയ്യാണ്. നമ്മുടെ കൺസ്യൂമേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല, അത് മാറാൻ സാധ്യതയുണ്ട്. അപ്പം ഗവൺമെന്റ് ഫിസിക്കലിന്റെ പ്രശ്നം വരും. അടുത്തത് ഇൻഫ്ലേഷണറി ഇമ്പാക്ട്, ഹയർ ഫ്യൂവൽ പ്രൈസസ്, സ്പിൽ ഓവർ ഇൻ ടു ഫുഡ് ആൻഡ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, ഓവറോൾ ഇമ്പോർട്ടഡ് ഇൻഫ്ലേഷൻ മേ ബി റൈസിംഗ്. സോ ഇന്ത്യ ഈസ് കറന്റ്ലി economically resilient, but a prolonged war can gradually erode this stability and trigger broader macroeconomic challenges. This is reflected in the statement made by Honorable Prime Minister in the Parliament today afternoon. Thank you.